ഞാൻ ഈ ഒരു 4-5 മാസം കഴിയും. ഏഹ് 4-5 മാസം കഴിയും. 6 മാസം. ഓ എന്തേ? ഇല്ല, ഞാൻ ചോദിച്ചതാ എത്ര കൊല്ലം കൂടുമ്പോഴാ വരുന്നേ, എങ്ങനെയാണെന്ന്. ഇപ്പം വന്നിട്ട് 9 മാസമായിട്ടുള്ളൂ. 10-10 അത്രേ ഉള്ളൂ മാസം. അല്ലേ? കൊല്ലത്തില് വരും അല്ലേ? ആ, അങ്ങനെ വരണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഉം. നടക്കണ്ടേ, അത് ആവൂല. തന്നെ. ഉം. ഈ പ്രശ്നങ്ങൾ പോകുമ്പോ ആവുന്നില്ല. അത് തന്നെ. ഇനി പ്രശ്നം തീരുമ്പോ നമുക്ക് നിങ്ങൾ പാടിയ മാതിരി ആ പാട്ടിലുള്ള മാതിരിയാണ് പോവാം നമുക്ക്. അയ്യോ, എന്തും അങ്ങനെയൊന്നുമില്ല. പാട്ട് വേറെ, ജീവിതം വേറെ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തരങ്ങനെ. ഇല്ലാത്തവരാരാ പിന്നെ ഉള്ളത്. നമുക്കൊക്കെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുടെ കൂടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവര് നല്ല സപ്പോർട്ടാണേ. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. ശംഖ് സ്വർഗത്തില് കിടക്കുന്ന സമയമാണ് ഇപ്പൊ. അത് തന്നെ. ഏഹ് ഉം. ചില ആൾക്കാര് കൂടെ ഉണ്ടെന്ന് നമുക്കൊരു സമാധാനമാണ്. അത് തന്നെ. ചില ആളുകൾ പ്രയാസങ്ങളുള്ള ആൾക്കാരുണ്ട്. ഉം. അങ്ങനെയുണ്ട്. ഉം. ചിലർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ഉം. അവർക്ക് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞ് ഓടിയാൽ മതി എന്നും പറഞ്ഞിട്ട്. ഉം. അതറിയാണ്ട് ജീവിതം അറിയാത്തവരാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം കണക്കാ. എങ്ങനത്തെ ഇതും കണക്കാ. നമ്മൾ വിചാരിക്കും മറ്റുള്ളവരുടെ ജീവിതം അടിപൊളിയാന്ന്. നമുക്കേ ഉള്ളൂ ഇങ്ങനെയെന്ന്. അതന്നെ അതൊക്കെ ഭയങ്കര സത്യം. കഷ്ടം. അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. നമ്മൾ താഴോട്ട് ചിന്തിക്കാണ്ടത്, താഴോട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് അത് തന്നെ. ഇപ്പൊ പിന്നെ ആരാ ആരും വന്നല്ലേ, ആരെയും ആരാ വന്നു? സ്നേഹിക്കാനൊന്നും എപ്പോഴൊന്നും ഉണ്ടാവത്തില്ല. അതിനി അത് മക്കളാണേലും ഭർത്താവാണേലും പിന്നെ കാമുകനാണേലും പിന്നെ ആരായാലും. നമ്മുടെ കേസല്ല ഒരു എങ്കിലും സമയം ഞാൻ പറയാ, ഒരു മക്കളും സമയമാകുമ്പോഴേ ഉണ്ടാവത്തില്ല. അങ്ങനെയാണ്. ഒരു പരിധി കഴിഞ്ഞാൽ മക്കളും മക്കളുടെ പാട് നോക്കി പോകും. അശ്ശോ, എത്രയോ അനുഭവങ്ങള്. ഏഹ് ഉം. ആരും എന്താ ഉണ്ടാവത്തില്ല. പറയ. നമുക്ക് ആവുന്ന കാലത്ത് നമുക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി വെക്കും. അതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ കാശുണ്ടായിട്ടും കാര്യമില്ല. കാശിണ്ടായിട്ട് നോക്കാൻ പറ്റാത്ത ഒരാളുണ്ട്. അതും ഉണ്ട്. പക്ഷെ കാശ് ഇപ്പൊക്കെ നമുക്കൊക്കെ എന്ന് പറഞ്ഞാല് കാശിന്റെ പ്രശ്നല്ലേ. നമുക്കിപ്പോ കാശിന്റെ അതും പ്രശ്നം വെച്ചാൽ വേണം. കാശ് നമ്മൾ ആ. കാശ് വേണം, കാശ് വേണം നമുക്ക്. പൈസ വേണം. ആ. പൈസ കയ്യിലായി കഴിഞ്ഞിട്ട് അമ്മ ഇരിക്കേണ്ട ഒരു ഗതി വന്നു കഴിഞ്ഞാല് ഈ പൈസ ഓ അതും വെച്ചോണ്ടിരിക്കാനാണ്ട് ഇപ്പൊ അതാ പറഞ്ഞേ അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന്. വേറെന്താ? വേറൊന്നുമില്ല. ഇക്കാക്ക് പോകാൻ സമയായില്ലേ? ഒരു സാധനങ്ങൾ വന്നില്ല. അവളാണ് ഇത്രയും നേരം ഇട്ട് ഉപകരിച്ചത്. അതന്നെ, ഞാൻ ഈ സമയത്ത് ഇടാറില്ല. ഈ 4 മണിക്കൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. 5, 5:30, 6 മണിയൊക്കെ ആവണം. എന്നാലും ഇങ്ങനെ ഉണ്ടാവും ശരി. ഒരു സ്നേഹമില്ലാത്ത ആൾക്കാർ. ഇനി എന്റെയൊക്കെ ലൈവൊക്കെ സ്റ്റാർട്ടിങ് അല്ലേ. ആരും അങ്ങനെ വരാനൊന്നും ആയിട്ടില്ലല്ലോ. ലൈവ് ആള് ഉറങ്ങ. ഞാന് എപ്പെട്ടാലും ആള് വരുന്നതാണ്. പക്ഷെ ഞാൻ ഞാൻ ലിങ്ക് കുറച്ചു പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാരും വർക്കിലായിരിക്കും. പിന്നെ ഞായറാഴ്ചയൊക്കെ അല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. എന്നാ ശരി, എന്നാ ഞാൻ പോവാറായി. എന്നാ ശരി. ടാറ്റ. താങ്ക് യു. വിളിച്ചതിന് സന്തോഷം. ലൈവില് കാണാം. ആ, ഓക്കെ. ആരുമില്ലെങ്കിൽ ഞാനിപ്പോ പോകുവേ. പെട്ടെന്ന് വന്നോ. ഓടി മറയുന്ന പോലെ. ആരാ വന്നത്? ഒരു ഹായ് ഹലോ ഒക്കെ തരൂ പ്ലീസ്. ഇല്ലെങ്കിൽ ഞാനിപ്പോ പോകും. എന്നെ സെർച്ച് ചെയ്യുന്ന ആരോ ഒരാളാണ്. അത് ആരാന്നറിയത്തില്ല. ഞാൻ കണ്ടുപിടിക്കുന്നു.